സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വൻ ട്വിസ്റ്റുകൾ വന്നു. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് BJP പിന്തുണച്ചു. ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ടും തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിൽ UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുപോയി. 3 പഞ്ചായത്തുകൾ SDPI UDFിന് പിന്തുണ കൊടുത്തു. പാർട്ടി നിർദ്ദേശത്തിന് പിന്നാലെ 2 ഇടങ്ങളിൽ പ്രസിഡന്റുമാർ രാജിവെച്ചൊഴിഞ്ഞു. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറി UDFിനെ ഞെട്ടിക്കുന്നതായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ഇരട്ടി ഭൂരിപക്ഷമുണ്ടായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് BJPയുമായി സഖ്യമുണ്ടാക്കി ഭരണത്തിലെത്തിയത്. സംഭവത്തിൽ 2 പ്രാദേശിക നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കി. തിരുവനന്തപുരം പാങ്ങോട്, പത്തനംതിട്ട കോട്ടാങ്ങൽ, തൃശൂർ ചൊവ്വാന്നൂർ പഞ്ചായത്തുകളിൽ SDPI പിന്തുണയിലാണ് UDF വിജയിച്ചത്. പാങ്ങോടും കോട്ടാങ്ങലിലും KPCC നിർദ്ദേശത്തെ തുടർന്ന് പ്രസിഡന്റുമാരായി വിജയിച്ചവർ രാജിവെച്ചു. ചൊവ്വാന്നൂരിൽ സഖ്യം തുടരുകയാണ്. എറണാകുളം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ UDF 2020യുമായി സഖ്യമുണ്ടാക്കിയാണ് ഭരണം പിടിച്ചത്. വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ RJDയുടെ ഒരംഗം വോട്ട് മാറി ചെയ്തതോടെ UDF RMP സഖ്യമായ ജനകീയ മുന്നണി അധികാരത്തിലെത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദത്തെടുത്ത അവണിശ്ശേരി പഞ്ചായത്തിൽ UDFിലെ റോസ്ലി ജോയി നറുക്കെടുപ്പിലൂടെ അധ്യക്ഷയായി. അപ്രതീക്ഷിതമായ ടെസ്റ്റിലൂടെയാണ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ തട്ടകമായ മുണ്ടേരി പഞ്ചായത്തിലെ ഭരണം UDF പിടിച്ചെടുത്തത്. ഒരു LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് UDF വിജയിച്ചത്. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലും ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിലും UDF അംഗങ്ങൾ കൂറുമാറി LDFിനൊപ്പം ചേർന്ന് പ്രസിഡന്റുമാരായി. പട്ടികജാതി സംവരണമുണ്ടായിരുന്ന കൊല്ലം അലയമൺ ഗ്രാമപഞ്ചായത്തിൽ UDFിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും മത്സരിക്കാൻ ആളില്ലാത്തതിനാൽ LDF അംഗം S ആനന്ദ് പ്രസിഡന്റായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഭാര്യ ഡോക്ടർ R ലതാദേവി ചുമതലയേൽക്കുന്നത് കാണാൻ മന്ത്രി GR അനിലെത്തിയത് വേറിട്ട കാഴ്ചയായി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.